ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നുള്ളത് ബാംഗ്ലൂരിലൊരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള കോഷീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. ബാംഗ്ലൂരിലൊരു മലയാളി കുട്ടികൾ 90%, ഈ ക്യാമ്പസിലെ കുട്ടികളെ എണ്ണെടുത്താൽ 90% മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. 2003 സ്ഥാപിതമായിട്ടുള്ള ഒരു ക്യാമ്പസാണ്. മാനേജ്മെന്റ് കോഴ്സുകളും നഴ്സിംഗ് കോഴ്സും അലൈഡ് പ്രോഗ്രാംസും ആണ് ഇവിടെ മെയിൻ ആയിട്ട് റൺ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഹോട്ടൽ മാനേജ്മെന്റ് പ്രോഗ്രാം. നമുക്ക് ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും ക്യാമ്പസിനുള്ളിൽ പോയിട്ട് നോക്കാം. ക്യാമ്പസിന്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന രണ്ട് സൈഡിലും ഉയരം കൂടിയ വലിയ പനകളാണ്. വളരെ ഒരു പച്ചപ്പ് തോന്നുന്ന, നമ്മുടെ കേരളത്തിൽ തന്നെയാണോ എന്ന് തോന്നുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പൊതുവെ നമുക്കറിയാം, ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ഗാർഡൻ സിറ്റി ഓഫ് ഇന്ത്യ. ആ ഒരു കാര്യം നമുക്ക് സത്യം പറ അതേപോലെ ഒരു നല്ല ഒരു ഗാർഡനിങ് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ മുന്നിലോട്ട് നടക്കുമ്പോൾ വലതുവശത്ത് കാണുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള ഹോട്ടൽ മാനേജ്മെന്റിന്റെ പുതിയ ബിൽഡിംഗ്. അതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് അലൈഡ് ഹെൽത്ത് സയൻസിന്റെയും മാനേജ്മെന്റിന്റെയും ബിൽഡിംഗ്സ് കാണാൻ കഴിയുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്. ഇടതുവശത്ത് ഗേൾസിന്റെ ഹോസ്റ്റല്, റൈറ്റ് സൈഡില് ബോയ്സ് ഹോസ്റ്റല്, എല്ലാം ക്യാമ്പസിനകത്ത് വളരെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് മാനേജ്മെന്റ്. ഫുള്ളി വൈഫൈ ഇനേബിൾഡ് ക്യാമ്പസാണ് കോഷീസ്. അതേപോലെ തന്നെ ഇൻഡോർ ഔട്ട്ഡോർ സ്പോർട്സ് ഫെസിലിറ്റീസ് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഫുട്ബോൾ ടർഫ്, അതേപോലെ ബാസ്കറ്റ്ബോൾ കോർട്ട്, വോളിബോൾ കോർട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റുഡൻസിന് സ്പോർട്സ് ആക്ടിവിറ്റീസിന് ഒരു കുറവുണ്ടാവില്ല. ദെൻ റെഗുലർ പ്രോഗ്രാംസ്, കൾച്ചറൽ ഈവന്റ്സ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, എല്ലാ കാര്യങ്ങളും എല്ലാ വർഷവും വളരെ നല്ല രീതിയിൽ നടത്തുന്ന ഒരു ക്യാമ്പസാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് വെറും പഠിത്തം മാത്രം എന്നുള്ള രീതിയിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുമൊന്നുമില്ല. നല്ല ആക്ടിവിറ്റീസും കാര്യങ്ങളും ഇവിടെ നടത്തുന്നുണ്ട്. മാനേജ്മെന്റ് സ്റ്റഡീസിൽ BBA, BCA, BCom, അത് കൂടാതെ BVA എന്ന് പറഞ്ഞൊരു കോഴ്സും കൂടെ, ബാച്ചിലർ ഓഫ് വിഷ്വൽ ആർട്സ്. മറ്റേത് മൂന്നും എല്ലാ സ്റ്റുഡൻസും കേട്ടിട്ടുണ്ടാവും. വിഷ്വൽ ആർട്സ് എന്ന് പറയുന്നത് നമ്മളെ അനിമേഷൻ കോഴ്സും കൂടെ പഠിപ്പിക്കുന്ന ഒരു ഡിഗ്രി പ്രോഗ്രാമാണ് BVA. അത് ബാംഗ്ലൂരിൽ വളരെ റയറായിട്ട് 1-2 കോളേജുകളെ റൺ ചെയ്യുന്നുള്ളൂ. ഇവിടെ നല്ല രീതിയിൽ അതിനുള്ള ട്രെയിനിങ്ങും അതുപോലെ പ്ലേസ്മെന്റും പ്രൊവൈഡ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും BVA എന്ന് പറയുന്ന കോഴ്സ്. പിന്നെ എസ്പെഷ്യലി PG പ്രോഗ്രാംസിൽ കോഷീസ് ഫേമസ് ആയിട്ടുള്ളത് MBA തന്നെയാണ്. MBA MCയും ഇവിടെ റൺ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലാണ് ഇവിടുന്ന് പ്ലേസ്മെന്റും കാര്യങ്ങളും എല്ലാ വർഷവും പോകുന്നത്. സ്പെഷ്യലൈസേഷൻ കോഴ്സുകൾ MBAക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എന്നാലും ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി, പറഞ്ഞുതരാം. ഓക്കെ. ഈ കോഷീസിലെ ഈ ഒരു കോംപ്ലക്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2024 മുതലാണ് ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന പ്രോഗ്രാം ഇവിടെ കോഷീസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർ ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂരിലെ ഇപ്പോൾ വൺ ഓഫ് ദ ടോപ്പ് ഹോട്ടൽ മാനേജ്മെന്റ് കോളേജ് ആയിട്ട് മാറിയിരിക്കുകയാണ്. കാരണം വലിയൊരു ഇൻഫ്രാസ്ട്രക്ചറും വലിയൊരു കിച്ചൺ ഫെസിലിറ്റീസും അമ്യൂണിറ്റീസും ഈ ഒരു കോഴ്സിന് വേണ്ടി മാത്രമായിട്ട് കോഷീസ് മാനേജ്മെന്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് നിങ്ങൾക്ക് ഈ ബിൽഡിങ്ങും ഈ ഇവിടുത്തെ ബാക്കിയുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഉള്ളിലോട്ട് പോയി നോക്കാം. വരും. ഈ ഒരു ക്യാമ്പസിൽ ഇപ്പം നമ്മൾ കയറി വരുന്ന സമയത്ത് റിസപ്ഷനോട് ചേർന്ന് തന്നെ ഇടതുവശത്ത് കാണുന്ന ഒരു റൂം സ്പേസാണിത്. ഈ സ്പേസിലാണ് ഇവരുടെ പ്ലേസ്മെന്റ് ട്രെയിനിങ്സും കാര്യങ്ങളും എല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. ഈ ഒരു സ്പേസിൽ വെച്ചിട്ടാണ്. ഇതാണ് ക്യാമ്പസിലെ സെമിനാർ ഹാള്. ചെറിയ സെമിനാറും അതുപോലെ തന്നെ പ്രസന്റേഷൻ പ്രോഗ്രാംസും കാര്യങ്ങളെല്ലാം അവിടെ വെച്ചിട്ട് കണ്ടക്ട് ചെയ്യാറുണ്ട്. അത്യാവശ്യം വളരെ നീറ്റായിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാളാണ്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതാണ് കോഷീസിലെ ക്ലാസ് റൂം. അത്യാവശ്യം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂമാണ്. ഒരു 2 പേർക്ക് ഇരിക്കാൻ പാകത്തുള്ള രീതിയിൽ ഡെസ്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും നമുക്ക് ഏത് വ്യൂവിൽ നോക്കിയാലും അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള രീതിയിലാണ് ക്ലാസ് റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. 60ഓളം കുട്ടികൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ക്ലാസ് റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഇതിൻ്റെ ബേസിക് ട്രെയിനിങ് കിച്ചണിലേക്കാണ് കയറുന്നത്. കോഷീസിൻ്റെ ബേസിക് ട്രെയിനിങ് കിച്ചണിൽ ഇതാണ് ഷെഫ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഷെഫ് സ്റ്റേഷനിൽ ഷെഫ് നിന്ന് സ്റ്റുഡൻസിന് കാണിച്ചു കൊടുക്കും എന്തെല്ലാം എങ്ങനെയാണ് ബേക്കും കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്, കിച്ചണിലുള്ള വർക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്.
അതിനുശേഷം ഓരോ സ്റ്റുഡൻസിനും ഇൻഡിവിജ്വൽ സ്റ്റേഷൻസ്, വർക്കിംഗ് സ്റ്റേഷൻ അവിടെ നമ്മൾ മുന്നിൽ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ പോയിട്ട് ഓരോ സ്റ്റുഡൻസിനും ഇൻഡിവിജ്വലായിട്ട് ഓരോ ടേബിളും കാര്യങ്ങളും എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും ഇൻഡിവിജ്വലായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ കാണുന്നതാണ് ഇവിടുത്തെ അഡ്വാൻസ്ഡ് ട്രെയിനിങ് കിച്ചൺ. ഇതിൽ എല്ലാ ടൈപ്പ് സ്റ്റൗസും കാര്യങ്ങളും അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് നോർത്ത് ഇന്ത്യൻ ഫുഡ്സും കാര്യങ്ങളെല്ലാം മേക്ക് ചെയ്യുന്ന ടൈപ്പ് സ്റ്റൗസും കാര്യങ്ങളുമാണ്. അതുപോലെ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ കാണാം നമുക്ക് ദോശ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ദോശ തവ, പിന്നെ എല്ലാ ടൈപ്പ് സ്മോൾ ഫുഡും കാര്യങ്ങളും ഹൈ റേഞ്ചിലുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള സ്റ്റൗസും കാര്യങ്ങളും ഉണ്ട്. ഇത് നമ്മുടെ റൊട്ടീസും കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ്. അതുപോലെ തന്നെ ഹൈ റേഞ്ചിലുള്ള വേറെ തവാസും കാര്യങ്ങളും ഉണ്ട്. ബിരിയാണി പോലുള്ള ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള വലിയ ടൈപ്പ് സ്റ്റൗസും കാര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ഒരു വലിയ ഫ്രിഡ്ജ് കാണാൻ കഴിയുന്നുണ്ട്. വലിയ അത്യാവശ്യം നല്ല ടോപ്പായിട്ടുള്ള റോക്ക്വെൽ എന്ന് പറയുന്ന കമ്പനിയുടെ ഫ്രിഡ്ജാണ്. ഒരുപാട് സാധനങ്ങൾ അതിൽ ഉൾക്കൊള്ളാൻ കഴിയും. അതുപോലെ തന്നെ ഇവിടെ ഒരു മീറ്റ് പ്രോസസ്സ് ചെയ്യുന്ന ഒരു മെഷീൻസ് കാണാൻ കഴിയുന്നുണ്ട്. അത്യാവശ്യം ഒരു നല്ല കോളേജിൽ വേണ്ട പഠിക്കുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും വളരെ ഹൈ റേഞ്ചിൽ തന്നെ ക്യാമ്പസിലെ കിച്ചണിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അഡ്വാൻസ്ഡ് ട്രെയിനിങ് കിച്ചണാണ്. സെക്കൻഡ് ഇയർ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു റേഞ്ചിലേക്ക് സ്റ്റുഡൻസ് എത്തുക. റെസ്റ്റോറൻറ്റ് ഡെമോ ആണ് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത്. അത്യാവശ്യം ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു 5 സ്റ്റാർ അല്ലെങ്കിൽ 7 സ്റ്റാർ ഹോട്ടൽസിൽ എങ്ങനെയാണോ നമുക്ക് കാണാൻ കഴിയുക ആ ഒരു മോഡലിലാണ് ഇവരുടെ റെസ്റ്റോറൻറ്റ് ഡെമോ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഹൈ ക്വാളിറ്റി ഒരു റെസ്റ്റോറൻ്റ് ആണ് കാണാൻ കഴിയുന്നത്. മാനേജ്മെന്റ് ഇഷ്ടപ്പെടുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാമ്പസ് വൺസ് ഒന്ന് വിസിറ്റ് ചെയ്യണമെങ്കിൽ 100% ഞാൻ ചിന്തിക്കുന്നത് അവർ 100% ഇവിടെ തന്നെ അഡ്മിഷൻ. അത്രയും നല്ല സ്റ്റാൻഡേർഡിൽ, നല്ല ഇൻഫ്രാസ്ട്രക്ചറിൽ, നല്ല ഫെസിലിറ്റീസിൽ, ക്ലാസ് റൂം ആയാലും ലാബ് ആയാലും കിച്ചൺ ആയാലും അതുപോലെ തന്നെ റെസ്റ്റോറൻ്റ് ആയാലും ഗസ്റ്റ് റൂം ആയാലും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 100% നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ഇത് ഇഷ്ടമുള്ള കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ, വേറെ ഏത് ക്യാമ്പസിലേക്ക് പോകുന്നതിന് മുന്നേ, അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് വന്ന് കോഴ്സീസിലെ ഫെസിലിറ്റീസ് 100% കാണണം. കണ്ടിട്ട് തീരുമാനിക്കണം വേണോ വേണ്ടയോ എന്നുള്ളത്. 100% നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ അഡ്മിഷൻ എടുക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 100% ആണ്. അത്രയും നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. +2 ശേഷം ആതുര സേവന രംഗത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ട കോഴ്സുകളാണ് അലൈഡ് ഹെൽത്ത് പ്രോഗ്രാം, അതേപോലെ ജനറൽ നഴ്സിംഗ്, പോസ്റ്റ് BSc നഴ്സിംഗ് എന്നൊക്കെ പറയുന്ന പ്രോഗ്രാംസ്. ആ ഒരു കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്ന ബിൽഡിങ്സിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ BSc നഴ്സിംഗ്, അതേപോലെ തന്നെ ജനറൽ നഴ്സിംഗ്, പോസ്റ്റ് BSc, MSc നഴ്സിംഗ്. നഴ്സിംഗിൽ തന്നെ ഈ 4 പ്രോഗ്രാംസ് ഉണ്ട്. അത് കൂടാതെ അലൈഡ് പ്രോഗ്രാംസ് ATOT, അനസ്തീഷ്യ ടെക്നീഷ്യൻ, അതുപോലെ ഓപ്പറേഷൻ ടെക്നീഷ്യൻ, ദെൻ ലാബ് ടെക്നീഷ്യൻ, BSc ലാബ് ടെക്നീഷ്യൻ, ദെൻ BSc MIT, ഇമേജിംഗ് ടെക്നോളജി, അതുപോലെ തന്നെ BSc റീനൽ ഡയാലിസിസ് ടെക്നീഷ്യൻ, അതേപോലെ തന്നെ RCT, റെസ്പിറേറ്ററി കെയർ ടെക്നീഷ്യൻ. ഇത്രയും കോഴ്സുകളാണ് ഇവിടെ അലൈഡ് പ്രോഗ്രാംസ് റൺ ചെയ്യുന്നത്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ, അതുപോലെ തന്നെ നഴ്സിംഗിന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൽ, കർണാടക നഴ്സിംഗ് കൗൺസിലിൽ അപ്രൂവൽസ് എല്ലാ വർഷവും കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കോളേജാണ്. ഒപ്പം തന്നെ അവിടെ ഇവർക്ക് ഹോസ്പിറ്റൽ ട്രെയിനിങ്, ഓൺ ഹോസ്പിറ്റൽ, കോഷീസിൻ്റെ ഓൺ ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെയാണ് ഇവരുടെ പ്രാക്ടിക്കൽ സെഷൻസും കാര്യങ്ങളെല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. നമുക്ക് ഇവിടുത്തെ ക്ലാസ് റൂംസും ബാക്കി ലാബ് ഫെസിലിറ്റീസും കൂടെ നോക്കിയിട്ട് നെക്സ്റ്റ് മാനേജ്മെന്റ് ബിൽഡിങ്ങിലോട്ട് പോവാം.
ഫസ്റ്റ് ഇയേഴ്സിനാണ് മെയിനായിട്ട് ഫണ്ടമെന്റൽ ലാബിന്റെ യൂസ്ഫുൾ ആവുക. കാരണം അവർക്ക് എന്താണ് ബേസിക് ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഫസ്റ്റ് കയറി പോകുമ്പോൾ ചെയ്യേണ്ടതെന്നുള്ള ബേസിക് നോളേജ് ആണ് ഈ ഒരു ലാബ് എന്ന് അവർ ഏൺ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയേഴ്സിലെ ഫസ്റ്റത്തെ ലാബാണ് ഫണ്ടമെന്റൽ ലാബ്. ആ ലാബിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇതാണ് കോഷീസിലെ BSc നഴ്സിംഗ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ ലാബ്. നമ്മൾ ഓൾറെഡി പല കോളേജുകളിൽ കയറുമ്പോഴും പറയാറുണ്ട് എന്താണ് ന്യൂട്രീഷൻ, അതിൻ്റെ ആവശ്യകത, എസ്പെഷ്യലി ഈ ഒരു കാലഘട്ടത്തിൽ. കാരണം നമ്മൾ കഴിക്കുന്ന ജങ്ക് ഫുഡും കാര്യങ്ങളും കാരണം നമുക്ക് ബോഡിക്ക് ആവശ്യമായിട്ടുള്ള പ്രോപ്പർ വൈറ്റമിൻസും മിനറൽസും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അതെങ്ങനെയാണ് ഒരു മനുഷ്യ ശരീരത്തിൽ ഓരോ വ്യക്തികളുടെയും വെയിറ്റിനനുസരിച്ചിട്ട് ആവശ്യമുള്ളത് എത്രയാണ്, ചെറിയ പ്രായത്തിൽ എത്രയാണ്, വലിയ പ്രായത്തിൽ എത്രയാണ്, അങ്ങനെ A to Z കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ലാബാണ് ന്യൂട്രീഷൻ ലാബ്. ആ ഒരു ലാബ് കോഷീസിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും, ബേസിക് അമ്യൂണിറ്റീസും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. ഇതാണ് കോഷീസിലെ OBG, അതായത് പീഡിയാട്രിക് ലാബ്. ഫൈനൽ ഇയേഴ്സിലാണ് ഈ ഒരു ലാബിന്റെ ആവശ്യകത വരുന്നത്. ഒരു കുട്ടിയുടെ ജനനം മുതലുള്ള പുറത്തേക്ക് വരുന്ന, അതായത് ഭ്രൂണം ഉണ്ടായി കുട്ടി പുറത്തേക്ക് വരുന്നവരുള്ള എല്ലാ കാര്യങ്ങളും A to Z എല്ലാ കാര്യങ്ങളും ഒരു ഡെമോ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ ഒരു ലാബിൽ നിന്നാണ്. അതിനുശേഷമായിരിക്കും അവർക്ക് പ്രാക്ടിക്കൽ സെഷൻസിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നഴ്സിംഗ് കരിയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലാബാണ് ഈ ഒരു ലാബ്. ഇതും അത്യാവശ്യം കോഴ്സസിൽ വളരെ നീറ്റായിട്ട് ഒരു പ്രീമെച്യൂർ ബേബി മുതൽ ജനിക്കുന്ന സമയത്ത് വരെയുള്ള എല്ലാ അവസ്ഥകളും അതിന്റെ ഡെമോൺസ്ട്രേഷൻസും കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചു. ഇതാണ് കോഷീസിലെ അലൈഡിന്റെയും അതുപോലെ തന്നെ BSc നഴ്സിംഗിന്റെയും ലൈബ്രറി. ഒരുപാട് ബുക്സ്, ഏകദേശം 3000ഓളം ബുക്സുകൾ റഫറൻസിന് വേണ്ടിയിട്ട് ഇവർ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ ഫിസിയോളജി, ബയോ കെമിസ്ട്രി, ന്യൂട്രീഷൻ, ഓരോ സബ്ജക്റ്റും, സോഷ്യോളജി പറഞ്ഞിട്ട് ഇൻഡിവിജ്വലായിട്ട് ഓരോ സബ്ജക്ട്സുള്ള ബുക്കുകൾ റെഫർ ചെയ്ത് പഠിക്കാനുള്ള ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഒരുപാട് കുട്ടികൾ വന്നിരുന്ന് പഠിക്കുന്നതും ബുക്സ് റെഫർ ചെയ്യുന്നതൊക്കെ നമ്മുടെ മുന്നിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ അനാറ്റമി ലാബിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മളെ ശരീരശാസ്ത്രത്തെ കുറിച്ചിട്ട് പഠിപ്പിക്കുന്ന ലാബാണ്. ഓരോ അവയവങ്ങളും പാർട്സും കാര്യങ്ങളൊക്കെ എന്താണ്, എങ്ങനെയാണ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും അവർക്ക് ഈ ഒരു ലാബിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്യാമ്പസിൽ ഈ ഒരു ലാബ് ഒരു അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസിക് നീഡായിട്ടുള്ള ബോൺസും കാര്യങ്ങളും എല്ലാം ഒറിജിനലും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്, ഡെമോയും വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഇവിടെ ഉള്ളത് കോഷീസിലെ തേർഡ് ഇയർ BSc നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ്. നമുക്ക് അവരുടെ ജസ്റ്റ് ഒന്ന് റിവ്യൂ ചോദിക്കാം ക്യാമ്പസിനെ കുറിച്ചിട്ട്. മോളുടെ പേരെന്താ? സിസി. എവിടുന്നാ വരുന്നത്? ഇടുക്കിയ. മോളുടെ പേരോ? ജെസിക്ക. മോളുടെ വീട് എവിടെയാ? ട്രിവാൻഡ്രം അല്ലേ? എങ്ങനെയാണ് കോളേജ്? ഇപ്പൊ നിങ്ങൾ തേർഡ് ഇയേഴ്സ് ആയി എന്ന് പറഞ്ഞു. എങ്ങനെ ക്യാമ്പസ് ലൈഫും കാര്യങ്ങളൊക്കെ ഉഷാറാണോ? ലൈക്ക് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ തിയറീസും ടീച്ചേഴ്സും ഫാക്കൾട്ടീസ് ഒക്കെ അടിപൊളിയാണ്. നന്നായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ? സ്റ്റുഡൻസ് എത്ര പേര് ഇവിടെ? എല്ലാവരും മലയാളീസ് ആണോ അതോ വേറെ സ്റ്റേറ്റിലെ പിള്ളേരും ഉണ്ടോ? മോസ്റ്റ്ലി ഇവിടെ മലയാളീസ് ഉള്ളത്. നോർത്ത് ഇന്ത്യൻസും കുറച്ച് പേരുണ്ട് അല്ലെ? ഓക്കെ. ഇപ്പൊ മൊത്തത്തിൽ നിങ്ങൾ 3 വർഷം കഴിഞ്ഞാൽ ഇവിടുത്തെ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? നല്ലൊരു എക്സ്പോഷർ കിട്ടുന്നുണ്ട് അല്ലേ? ഓൺ ഹോസ്പിറ്റലുണ്ട്. ഓക്കെ. അങ്ങോട്ടേക്ക് ഞങ്ങളെ കൊണ്ടുപോകും. എല്ലാ സെമസ്റ്ററിലും ക്ലിനിക്കൽസ് ഉണ്ട്. ഒരു 1 month ഉണ്ട്. ഓക്കെ, ഫൈൻ. മൊത്തം ഈ ഒരു വർഷം കൂടെ ഉള്ളൂ. ഇത് കഴിഞ്ഞ് ഇറങ്ങാൻ പോകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മൊത്തത്തിൽ ഈ ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസിൽ ഫീൽ ചെയ്തിട്ടുള്ളത്? സോ നല്ലതാണ്. ലൈക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ എന്താ, ഒന്നി കൂടുതൽ ഹോസ്പിറ്റൽസിൽ കൊണ്ടുപോകുന്നുണ്ട്. 3-4 ഹോസ്പിറ്റൽസിൽ കൊണ്ടുപോകുന്നുണ്ട്. ലൈക്ക് എല്ലാ സെക്ഷൻസിലും കൊണ്ടുപോയി അതിനുള്ള പ്രാക്ടീസ് ഒക്കെ തരുന്നുണ്ട്. ഹോസ്റ്റലിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? അതുകൂടെ ഒന്ന് ഓപ്പൺ ആയിട്ട് പറയാമോ? കുറെ കുട്ടികള് കുറെ കോളേജുകളിൽ പോകുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു സ്ഥിരം പ്രശ്നമാണ് ഹോസ്റ്റലിൽ ഫുഡ് പ്രശ്നമാണ് എന്നുള്ളത്. ഇവിടെ എന്താ അവസ്ഥ? ഇവിടെ റാഗിംഗ് ഫ്രീ ഫുഡ് അത്യാവശ്യം നല്ല ഫുഡ്, മലയാളി ഫുഡ് തന്നെയാണ് തരുന്നത്. നിങ്ങൾ ഫുഡിന്റെ കാര്യത്തിൽ ഹാപ്പിയാണ്? അപ്പൊ ഓക്കെ, നോ ഇഷ്യൂ അല്ലെ? അപ്പൊ എന്തായാലും രണ്ടുപേരുടെയും റിവ്യൂ കിട്ടി. ഇവര് നോർമലി കോളേജ് ഹാപ്പിയാണെന്നാണ് പറയുന്നത്. അവരുടെ എല്ലാ കാര്യങ്ങളും ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. താങ്ക് യു കേട്ടോ. ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ഈ കോളേജിലെ മാനേജ്മെന്റ് സ്റ്റുഡന്റ് ആണ്. ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. BBA ലോജിസ്റ്റിക്സ് ഏവിയേഷൻ മാനേജ്മെന്റ് എടുത്തുള്ള കുട്ടിയാണ്. നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ആളുടെ അടുത്ത് റിവ്യൂ ചോദിക്കാം. പിന്നെ പേരെന്തായിരുന്നു?
എവിടെ നാട്ടിലെവിടെയാ? പാലക്കാട്. പാലക്കാട്. ഓക്കെ ഓക്കെ, ഞാനും പാലക്കാട്ടുകാരനാണ്. ഓക്കെ, BBA ഇപ്പൊ ലോജിസ്റ്റിക്സ് എടുത്തല്ലോ. എങ്ങനെ ഇപ്പൊ ലോജിസ്റ്റിക്സിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് വന്നതാണോ അതോ എങ്ങനെ ഇവിടെ അഡ്മിഷൻ എടുക്കാനുള്ള എങ്ങനെയായിരുന്നു എടുക്കുന്നത് ഒന്ന് പറയാമോ? അല്ലേ ഇങ്ങനെ കൊറേ കോഴ്സീസ് എങ്ങനെ സെലക്ട് ചെയ്തത്? കുറെ കോളേജ് നോക്കി. അപ്പൊ ഇവിടെ വന്ന് ഇങ്ങനെ അത്യാവശ്യം ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. ഫാക്കൾട്ടീസ് ഒക്കെ എങ്ങനെയുണ്ട് ഫസ്റ്റ് ഇയറിൽ? ഇപ്പൊ നല്ല നല്ല രീതിയിൽ കോപ്പറേറ്റീവ് ആണോ? ക്ലാസ്സിൽ പിള്ളേരൊക്കെ മലയാളീസ് തന്നെയാണോ? ഓൾമോസ്റ്റ് മലയാളീസ് തന്നെയാണോ? ഓക്കെ ഫൈൻ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഹോസ്റ്റൽ, കോളേജ് ഹോസ്റ്റലിലാണോ പുറത്താണോ? പുറത്താണ്, BG-യിലാണ്, റൂമാണ്. ഓക്കെ ഫൈൻ ഫൈൻ. പിന്നെ ബാക്കി അക്കാഡമിക്സിന്റെ കാര്യങ്ങളൊക്കെ നല്ല ഹാപ്പിയാണ് അല്ലേ? എല്ലാ കാര്യം പ്രശ്നമൊന്നുമില്ല. താങ്ക് യു കേട്ടോ, താങ്ക് യു സോ മച്ച്. നമ്മൾ ഫൈനലായിട്ടൊരു സബ്മിഷനിലേക്ക് പോവുകയാണെങ്കിൽ കോഴ്സസിനെ കുറിച്ചിട്ടൊരു ഫൈനൽ റിവ്യൂയിലേക്ക് നോക്കുമ്പോൾ ഇവിടെ മാനേജ്മെന്റ് 2010-11 കാലഘട്ടങ്ങളിൽ തന്നെ ആഡ് ഓൺ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് BBA കൂടെ ഏവിയേഷൻ അതുപോലെ ലോജിസ്റ്റിക്സ് പ്രോഗ്രാംസ് ഒക്കെ ബാംഗ്ലൂരിലെ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് കോഴ്സീസ് ആണ്. അതുപോലെ തന്നെ BCA ആഡ് ഓൺ സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തതും ഫസ്റ്റ് കോഴ്സീസിലാണ്. ഒരുപാട് കാലങ്ങളായിട്ട് കുറെ വർഷങ്ങളുടെ പാരമ്പര്യം ആഡ് ഓൺ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് എന്നുള്ള കാരണം കൊണ്ട് തന്നെ കോഴ്സീസ് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഈ ഒരു മേഖലയിലുണ്ട്. പിന്നെ അലൈഡ് പ്രോഗ്രാംസിനെ കുറിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഓൾറെഡി അതിന്റെ ബിൽഡിങ്സും ക്ലാസ് റൂംസും ഫെസിലിറ്റീസും എല്ലാം കണ്ടു. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലാബ്സും ഫെസിലിറ്റീസും ഒക്കെ ഉണ്ട്. ഹോസ്പിറ്റൽ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിനാണെങ്കിൽ ഓൺ ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം പ്രീമിയം ഹോസ്പിറ്റൽസിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്. ദെൻ ഹോട്ടൽ മാനേജ്മെന്റ് ആദ്യം നമ്മൾ കണ്ടതാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എടുത്തു കണ്ടു. വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചറാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഡിസ്റ്റൻസിന്റെ കാര്യം, അതായത് വന്നു പോകാനുള്ള ദൂരം നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ മെജസ്റ്റിക്കിന് ഒരു 40-45 മിനിറ്റ്സ് ദൂരമാണ് ക്യാമ്പസിലോട്ട് ഉള്ളത്. 3/4 മണിക്കൂർ ദൂരം കൊണ്ട് വന്നു പോകാൻ പറ്റും. അപ്പൊ 100% നിങ്ങൾക്ക് ധൈര്യത്തിൽ വിടാം മക്കളെ. ഓൺ ക്യാമ്പസിന്റെ ഉള്ളിൽ തന്നെയാണ് ഗേൾസിന്റെ ആയാലും ബോയ്സിന്റെ ആയാലും ഹോസ്റ്റൽ ഫെസിലിറ്റി ഉള്ളത്. പുറത്ത് PGs അവൈലബിൾ ആണ്. അപ്പൊ അൾട്ടിമേറ്റ്ലി ക്യാമ്പസിനെ കുറിച്ചിട്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് നമുക്ക് പറയാനുള്ളത്. പ്ലേസ്മെന്റ് കാര്യം അടക്കം, പ്ലേസ്മെന്റ് മാത്രം നമ്മൾ ഫൈനലി വിട്ടുപോയി. പ്ലേസ്മെന്റ് ഞാൻ പറഞ്ഞല്ലോ 2011 മുതൽ ഇവിടെ ഏറ്റവും ഹയസ്റ്റ് പ്ലേസ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കോളേജാണ്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ മേ ബി ഇവിടെ പഠിച്ചു പോയ മുൻ വർഷങ്ങളിലെ പിള്ളേർ ആരെങ്കിലും വന്ന് നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഞാൻ വളരെ വ്യക്തമായി പറയാണ്, അവർ പ്രോപ്പറായിട്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഒന്നുകിൽ ഒരുപാട് സപ്ലൈ അടിച്ച് കോളേജ് ലൈഫിൽ അവർ ലൈഫ് മാത്രം എൻജോയ് ചെയ്ത് പോയതുകൊണ്ടായിരിക്കാം. ബാക്കി ഇവിടുന്ന് പഠിച്ചു പോയിട്ടുള്ള എത്രയോ കുട്ടികൾ, പിന്നെ നമ്മൾ ത്രൂ തന്നെ ഈ ഒരു കോളേജിൽ അഡ്മിഷൻ വന്നിട്ടുള്ള മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. എന്തായാലും നല്ലൊരു കോളേജ് ലൈഫും ഒപ്പം നല്ലൊരു പ്ലേസ്മെന്റും കിട്ടുന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. ധൈര്യത്തിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ കോളേജാണ്. മാർക്കിന്റെ ബേസിൽ നമുക്ക് സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ. താങ്ക് യു.